മാതാവിന്റെ മരണത്തിൽ തിരൂരിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണമായി കുടുംബം രംഗത്ത്. ഡോക്ടർ എഴുതിയ മരുന്നിന് പകരം മറ്റൊരു മരുന്നാണ് നൽകിയതെന്ന് കുടുംബം ആരോപിച്ചു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ആലത്തിയൂർ പൊയിലിശ്ശേരി സ്വദേശിനി പെരുളിപ്പറമ്പിൽ ആയിഷുമുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. കിഡ്നി സംബന്ധമായ അസുഖത്തിന് സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് കാണിച്ചിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 18-ന് ഡോക്ടറെ വീണ്ടും കാണിച്ചിരുന്നു. എന്നാൽ ഡോക്ടർ എഴുതിയ മരുന്നിന് പകരം മറ്റൊരു മരുന്നാണ് നൽകിയതെന്നും ഇതാണ് മരണത്തിന് കാരണമായതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് ഫസ്റ്റ് സാധാ മന കാണിക്കണം, ഞങ്ങൾ മാസത്തിൽ കാണിക്കല്. കിഡ്നീൻ്റെ ഒരു ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞുകൊണ്ട് അതിൻ്റെ സാറാണ് കാണിക്കുന്നത്. മിഷൻ ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ലാസ്റ്റ് കാണിച്ചതിൽ 18-ാം തീയതി കാണിച്ച്. അപ്പോൾ സാറ് എഴുതുന്ന മരുന്നാണ്. അത് ഫാർമസിയിൽ നിന്ന് അവർ ചെറിയൊരു സ്പെല്ലിങ് ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ ടൈപ്പ് ചെയ്ത് ആ മരുന്ന് നമുക്ക് തന്ന്. നമുക്കല്ല, നമ്മൾ സാധാ കുടിക്കണ മാതിരി കുടിച്ചു. പിന്നെ 1-2 ദിവസം 3-4 അത് ആഴ്ചയിലൊരിക്കൽ വലിയ പേഷ്യൻറ്റിന് കൊടുക്കുന്ന മരുന്നാണ്. അത് ഡെയിലി കുടിച്ചു. നമുക്കറിയില്ല, അത് അവർ തന്ന പ്രിസ്ക്രിപ്ഷനിൽ നമ്മളത് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ ഇത് കൂടിയിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് നമുക്ക് ഇതാവാതായപ്പോൾ അവർ കുറച്ച് കെയറിങ് കുറവായിരുന്നു. അവിടുന്ന് നമ്മൾ MES പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ നമ്മൾ ഇവിടേക്ക് മാറ്റിയ വളരെ മോശമായിരുന്നു. അപ്പോൾ പിന്നെ അവർ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് നമ്മളടുത്ത് എത്തിയപ്പോൾ നേരം വൈകി. കാരണം ബ്ലഡിൻ്റെ കൗണ്ട്, ഇമ്മ്യൂണിറ്റി എല്ലാം, പ്ലേറ്റ്ലെറ്റിൻ്റെ അറിവ് എല്ലാം കുറഞ്ഞ് ICUവിലായിരുന്നു കയറ്റുന്നത്. പക്ഷേ കാലം, അതായത് 3 ദിവസത്തോളം ICUവിലായിരുന്നു. പിന്നെ അവർ 1% ഒക്കെ ചാൻസ്. അപ്പോൾ നമ്മൾ 1% എങ്കിലും ഇതാക്കിയാൽ പിന്നെ അവർ റെഫർ ചെയ്തു, ഒന്നും മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളൊരിതിന് കൊണ്ടുപോയിക്കോ. ഇനി മെഡിക്കൽ കോളേജിൽ നിന്നാണ് മരണം സംഭവിക്കും. പിന്നെ അവർ സ്ഥിരീകരിച്ചു, മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പറഞ്ഞു. ഈ മെയിനായിട്ട് ഇത് അവർ അതിൽ എഴുതിയിരിക്കണേ അങ്ങനത്തെ ഒരു മെത്തഡ്രഗ്സ് അങ്ങനത്തെ എന്തോ ഡ്രഗ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ ശേഷം അതാണ് മെയിൻ ഇതിൻ്റെ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ്. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം എല്ലാ സൈഡ് എഫക്റ്റും ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ മരണസംകാര്യങ്ങൾ സംഭവിച്ചത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും കുടുംബം പറഞ്ഞു. 51 വയസ്സായിരുന്നു ആയിഷുമുവിന്. ആശുപത്രിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അത് നമ്മൾ ചെയ്ത ഈ FIR അത് നമ്മൾ മെഡിക്കൽ കോളേജിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കോഴിക്കോട്. അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് FIR പോയിട്ട് കംപ്ലയിൻറ്റ് ഓൾറെഡി പോവും. കാരണം അവർ ഓൾറെഡി ചെയ്യും, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി ചെയ്യും. അത് അപ്പോൾ ആ പ്രൊസീജിയർ അനുസരിച്ച് അങ്ങനെ പോകും. നമ്മൾ വിളിച്ചിട്ടും അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പരാതി അത് പിന്നെ അതിൻ്റെ ശേഷമാണ് കൊടുത്തത്. പരാതി കൊടുത്തു നമ്മൾ റെഡി അനുസരിച്ചിട്ട് പിന്നെ മോർച്ചറിക്ക് മാറ്റണം, പോസ്റ്റ്മോർട്ടം നടക്കണം എന്നുള്ളത് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പരമാവധി വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നെ അവരതിനെ നിർബന്ധിച്ചപ്പോൾ നമ്മളും അത് പിന്നെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും പിന്നെ ഇത് അവിടുത്തെ MES ഡോക്ടർമാരിനെ ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് അവരെന്നെ കണ്ടത്. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഏകദേശം സാധാ പ്രിസ്ക്രിപ്ഷനിൽ ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കണ്ട 5 രോഗിക്കുള്ള മരുന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ്. കാരണം ഒന്നും അവിടുന്ന് നഴ്സ് പോലും പറഞ്ഞു, ഉമ്മ വയ്യാതെ കിടന്നിരുന്ന ആളാണോ, അതായത് സ്ഥിരമായി സംസാരശേഷി ഇല്ലാത്ത ഇമ്മൻ്റെ സംസാരശേഷി തന്നെ പോയി, സംസാരിക്കാൻ പറ്റാതെ കൈ ഇളക്കാൻ പറ്റാതായി. അതാ അതിൻ്റെ എല്ലാതൊക്കെ ഉമ്മ ഗുളികയൊക്കെ കുടിക്കുന്ന സാധാ അവരൊറ്റ ഒരു ഇതിൻ്റെ ശേഷമാണ് ഇങ്ങനെ. അവർ മെഡിക്കൽ എഫക്റ്റ് എന്ന് മുന്നേ തന്നെ പറഞ്ഞു. പിന്നെ ഞങ്ങളിത് വെറുതെ ഞാനും എൻ്റെ ഫ്രണ്ടും പാടെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു ഗുളിക കാരണമാണ് ഇങ്ങനെ മാറിയത് അറിഞ്ഞതും. ഈ ഗുളിക കാരണമാണ് ഇങ്ങനെ പ്രശ്നം വന്നതെന്ന് ആക്കിയോ. അവര് ഗുളിക മാറുന്ന തെറ്റ് സംഭവിച്ചു. അത് നമ്മൾ പിന്നെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിൽ വന്നോളൂ. ഏകദേശം മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ അവർ പറഞ്ഞേക്കണം ഇത് തന്നെയാണ്. കാരണം അവർ ഇതിൻ്റെ ഇത് നോക്കിയപ്പോൾ പറഞ്ഞ്, കാരണം ഉമ്മക്ക് എല്ലാ അസുഖങ്ങളും ഇതന്നെ സെയിം എഫക്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള റിസൾട്ട് ഇതാക്കിയാൽ കറക്റ്റ് കൺഫർമേഷൻ കിട്ടും. നമ്മളിത് ഒന്നും നമുക്കും അങ്ങനെ സംഭവിച്ചു. ഇനിയുള്ളവർക്ക് ഇനി ഇങ്ങനെ സംഭവിക്കരുത്. കാരണം ഒരു ഗുളികൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത്. നമ്മളെല്ലാവരും
ജീവിതത്തിൽ പല ഗുളികകൾ കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ വലിയ നഷ്ടം ഉണ്ടായത്. അപ്പോൾ ഇനിയും വേറുള്ളവർക്ക് ഇനി ഇതുപോലത്തെ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന്